ഒരു പാസ്റ്റ്, ഒരു പ്രസന്റ്, ഒരു റീസ്റ്റാർട്ട്, ഇതായിരുന്നു ഇതിൻ്റെ ഒരു ബേസ്? അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഡ്രമാറ്റിക് ആയിട്ട് എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് പിന്നെ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഫോം മനസ്സിലുണ്ട്, എന്ത് തരം സിനിമ ആയിരിക്കണം. അപ്പോൾ ഒരു കോൺവെർസേഷണൽ റൊമാൻസ് ഡ്രാമ എന്ന് പറഞ്ഞൊരു ഫോം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നമ്മുടെ ഈ ഇൻസിഡൻറ്റും അതിനെ ചുറ്റിപ്പറ്റിയൊരു പ്ലോട്ടും അതിന് വേണ്ട ക്യാരക്ടേഴ്സും അത് ഈ ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഇതായിരുന്നു തോട്ട് പ്രോസസ്സ്. അങ്ങനെ ഒരു ഇങ്ങനൊരു എന്താണ് ഒരു അബ്സ്ട്രാക്ട് തലത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അബ്സ്ട്രാക്ട് തലങ്ങൾ എമേർജ് ചെയ്ത് വരുന്നത് ഈ റൈറ്റിംഗ് പ്രോസസ്സിലാണ്. അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിയുമ്പോഴാണ് നമ്മൾ തന്നെ റിയലൈസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ്, ഇതിന്റെ തിമാറ്റിക് ഷെയ്ഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ പോയി ചിലപ്പോൾ റിവിഷൻസ് ചെറുതായിട്ട് വരുത്തും. പക്ഷെ നമുക്ക് തന്നെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ കഴിയുമ്പോഴാണ്.